നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തക്കാളി വെച്ചിട്ടൊരു തക്കാളിക്കറി, അല്ലെങ്കിൽ തക്കാളി ഇൻസ്റ്റൻ്റായിട്ടുള്ള ഒരു തക്കാളി പിക്കിൾ എന്നൊക്കെ പറയാം. വളരെ രുചിയുള്ള ഒരു വിഭവമാണ്. നമുക്കതിലേക്ക് ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ കറി നല്ല രുചിയുള്ളൊരു കറിയാണ്. അപ്പോൾ അച്ഛനൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. നല്ല രുചിയുള്ളൊരു കറിയാണ്. നമുക്ക് കർഡ് റൈസ്, ചപ്പാത്തി, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ ഉലുവയും ഒന്ന് ചുവന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് നെടുകെ കീറിയത് ഒരു 4 എണ്ണം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി ഞാൻ 7 എണ്ണം എടുത്തിട്ടുണ്ട്, വലിയ തക്കാളി. അത് ചെറുതായി മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ നമുക്കൊരു 10-20 മിനിറ്റിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, നിങ്ങളുടെ രുചിക്കനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതും ചേർത്തിട്ട് നമുക്കിത്, പിന്നെ അതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഇത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴയുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് നമുക്ക് നല്ലപോലെ വെന്ത് കഴിഞ്ഞ് തക്കാളി, നമുക്ക് 1/4 ടീസ്പൂൺ കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ നല്ല രുചിയുള്ളൊരു റെസിപ്പിയാണ്. നമ്മളിപ്പോൾ മുളക് കൂട്ടൽ എന്നൊക്കെ പറയും, ഞങ്ങൾ മുളക് കൂട്ടൽ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാറുണ്ട്. കൂട്ട്, അതായത് മുളകുഷ്യം, അതിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലോ എല്ലാം സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ 2 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.